അല്ല ഞാൻ ചോദിക്കുന്നത് മേഘയ്ക്ക് ഇപ്പൊ ഈ ബസ് ഡ്രൈവറുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാൻ. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. എന്താ പറയുന്നത്? അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്. നീ എന്താടാ ഈ പറയുന്നത്? അഖിലിന്റെ ഭാര്യ മേഘ ഒരിടത്തേക്കും ഒളിച്ചോടി പോയിട്ടില്ലെന്നും ബസ് ഡ്രൈവറോടൊപ്പം പോയത് തന്റെ വീട്ടിലേക്ക് പോയതാണ് എന്ന തരത്തിൽ വാർത്ത വരുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭായിക്ക് എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അതിന് ഞാനും ചെയ്തില്ല. ഇപ്പം 4 ദിവസം അവന്റെ കൂടെ താമസിച്ചിട്ട് ഇപ്പം തിരിച്ച് അച്ഛന്റെ വീട്ടിൽ വന്ന് നിൽക്കുവാണ്. അങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരുടെ ഒരു പോസ്റ്റ് വന്നത്. ഞാൻ ആ പോസ്റ്റ് ഇങ്ങോട്ട് വായിക്കാം. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോ അനൂപിന്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും, തെളിവ് സഹിതം പുറത്ത് വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. ഇത് എന്തിനുള്ള പുറപ്പാടാണ്ടോ? 10 ദിവസം ഞാൻ അനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് സമ്മതിച്ചല്ലോ. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് തിരികെ പോകാനല്ല. അതാണ് ടൂറിസം. ഈ വിവരം ഈ അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അൺഹാപ്പിയാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. അതുകൊണ്ട് അഖിലിനെ ഇവള് വേറെ താമസിക്കാൻ വിളിച്ചിട്ടും അഖില് പോയില്ല. പക്ഷെ ഇവള് കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേറെ ഒരുത്തനെ പ്രേമിക്കുകയാണ് ഇവള് ചെയ്തത്. എനിക്കൊന്നും അറിയില്ല നാസറേ. അവരെ എങ്ങനെ പരിചയപ്പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല. അവള് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അറിയാം. അഖില് പഠിക്കാൻ വിട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കേട്ടോ. അപ്പൊ ആ പോകുന്ന ഈ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഇവൻ. ഇതാണ് ആത്മാർത്ഥ പ്രണയം. മരിച്ചിട്ടില്ല, ഇതാണ് പ്രണയം. ഒരു വെടിക്ക് 2 പക്ഷി. അപ്പച്ചാ, ആ ഉപമ മാത്രം പറയരുത്, അതെനിക്കിട്ടാ കൊള്ളുന്നേ. താമസം തുടങ്ങി. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് മേഘയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. അതായത് ഉത്തമ മനസ്സിലായി. ഈ വിവാദം കെട്ടടങ്ങുന്നില്ല. പലരും പല കഥകളും മെനയുന്നു. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. സംഗതി ഇതല്ലടാ. മേഘ അഖിലിനെ തേച്ച് ഒളിച്ചോടിപ്പോയി എന്ന വാർത്ത അഖിലിന്റെ ആരാധകർക്ക് വേദനയാണ് ഉണ്ടാക്കിയത്. ആരെങ്കിലും നിങ്ങൾ ഉള്ളു തെറ്റി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസങ്ങള് ചങ്കു പൊട്ടി കരഞ്ഞിട്ടുണ്ടാവും.